സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അടൂർ ഗോപാലകൃഷ്ണന്റെയും പരാതിക്കാരൻ ദിനുവിന്റെയും മൊഴിയെടുക്കും. കോൺക്ലേവിൽ പങ്കെടുത്തവരുടെ മൊഴി രേഖപ്പെടുത്തും. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കുക. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്തായാലും ഒരു പ്രാഥമിക പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടായേക്കും, അല്ലേ? ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പ്രാഥമിക അന്വേഷണമാണ്, ഈ പരാതിമേലുള്ള ഒരു പ്രാഥമിക അന്വേഷണമാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഇത് കേസെടുത്തിട്ടുള്ള സാധാരണ രീതിയിൽ നടക്കുന്ന അന്വേഷണം നമുക്ക് പറയാൻ പറ്റത്തില്ല. കേസെടുക്കണമോ എന്ന് സംബന്ധിച്ച ഒരു പോലീസിന്റെ ഒരു അന്വേഷണമാണ്. ഇതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം നിയമോപദേശം തേടിയിരുന്നത് പോലീസ്. ആ നിയമോപദേശത്തിൽ വാക്കാലുള്ള നേരിട്ടുള്ള പരാമർശം ഇല്ലാത്തതിനാൽ, ഈ SC/ST വിഭാഗത്തെ അപമാനിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നേരിട്ടുള്ള പരാമർശം ഇല്ലാത്തതിനാൽ കേസെടുക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു നിയമോപദേശം. മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. കാരണം ഈ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയോ മറ്റൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഫണ്ട് 1.5 കോടി എന്നത് 3 പേർക്കായി നൽകുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സതുദ്ദേശത്തോടെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമായതിനാൽ കേസെടുക്കേണ്ടെന്നുള്ള ഒരു നിലപാടാണ് ഈ നിയമോപദേശത്തിലുണ്ടായിരുന്നത്. പക്ഷേ പോലീസ് വളരെ ഗൗരവമുള്ള ഒരു കേസാണെന്നുള്ളത് കൊണ്ടും സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന്മേലുള്ള ഒരു പെറ്റീഷൻ എൻക്വയറി, പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റീഷൻ എൻക്വയറി എന്നാണ് പറയുന്നത്, ആ എൻക്വയറി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണന്റെയും അതോടൊപ്പം തന്നെ പരാതിക്കാരനായ ദിനുവേലിന്റെയും അതോടൊപ്പം തന്നെ ഈ കോൺക്ലേവിൽ പങ്കെടുത്ത പ്രധാനമായിട്ടും ഈ പുഷ്പാവതിയാണ്, ഗായിക പുഷ്പാവതിയാണ് ഇതിൽ പ്രതിഷേധം ഉന്നയിച്ചത്. പുഷ്പാവതിയുടെയും മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും നിയമോപദേശം തേടും. ഇത്തരം നടപടികൾക്ക് ശേഷമാണ് അത് കേസെടുക്കാൻ സാധിക്കും, അല്ലെ കേസെടുക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വരുവാണെങ്കിൽ മാത്രമാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് ഈ കേസിൽ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും.